നമസ്കാരം. ക്രിസ്ത്യനിലെ വാർത്തകളിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. ജൂത സമൂഹത്തിന് നേരെ അക്രമം, പിന്നിൽ ഇന്ത്യക്കാരുണ്ടെന്ന് തെലങ്കാന പോലീസ്. ചാർലി കിർക്കിന്റെ വിയോഗം, അമേരിക്കയിൽ ആത്മീയ ഉണർവ് പ്രകടമെന്ന് പ്രമുഖർ. അമേരിക്കയിൽ കത്തോലിക്ക സഭയിൽ കൊഴിഞ്ഞുപോക്ക്, മാറുന്നത് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിലേക്ക്. നാട്ടകം പ്രത്യാശ നഗറിൽ 103ാമത് ചർച്ച് ഓഫ് ഗോഡ് കേരള റീജിയൻ കൺവെൻഷൻ. പത്തനാപുരത്ത് ബഥേൽ ഗോസ്പൽ അസംബ്ലി 35ാമത് ജനറൽ കൺവെൻഷൻ. പാമ്പാടിയിൽ ഫിലദൽഫിയ ഗോസ്പൽ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ജനറൽ കൺവെൻഷൻ. പെരുമ്പാവൂരിൽ PAPA കേരള സ്റ്റേറ്റ് 78ാമത് ജനറൽ ക്യാമ്പ്. IPC തമിഴ്നാട് സ്റ്റേറ്റ് കൺവെൻഷൻ ജനുവരി 22 മുതൽ. IPC വർക്കല ഏരിയ കൺവെൻഷൻ ഡിസംബർ 24-25 തീയതികളിൽ. നെടുമ്പാശ്ശേരി AG ഫെലോഷിപ്പ് സെന്റർ ഗുഡ് ന്യൂസ് ഫെസ്റ്റിവൽ. ജൂത സമൂഹത്തിന് നേരെ അക്രമം, പിന്നിൽ ഇന്ത്യക്കാരുണ്ടെന്ന് തെലങ്കാന പോലീസ്. ഹനുക്ക ആഘോഷിച്ച ജൂത സമൂഹത്തിന് നേരെ നടന്ന വെടിവയ്പ്പിന് പിന്നിൽ ഇന്ത്യക്കാരുണ്ടെന്ന് തെലങ്കാന പോലീസ്. 15 പേർ കൊല്ലപ്പെട്ട സംഭവം ഓസ്ട്രേലിയൻ മണ്ണിൽ നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമെന്ന് സുരക്ഷാ ഏജൻസികൾ. ആക്രമണത്തിലെ മുഖ്യപ്രതിയായ സാജിദ് അക്രം ഹൈദരാബാദ് സ്വദേശിയാണെന്നും വർഷങ്ങൾക്ക് മുൻപ് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയതാണെന്നും പോലീസ് വ്യക്തമാക്കി. സാജിദ് ഇന്ത്യൻ പൗരനെങ്കിലും മകൻ നവീദ് അക്രം ഓസ്ട്രേലിയൻ പൗരനാണ്. പോലീസ് വെടിവയ്പിൽ സാജിദ് കൊല്ലപ്പെടുകയും നവീദ് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തു. സംഭവത്തെ ഓസ്ട്രേലിയൻ കത്തോലിക്ക ബിഷപ്സ് കോൺഫറൻസ് ഉൾപ്പെടെയുള്ള ക്രിസ്തീയ സഭകൾ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ചാർലി കിർക്കിന്റെ വിയോഗം, അമേരിക്കയിൽ ആത്മീയ ഉണർവ് പ്രകടമെന്ന് പ്രമുഖർ. ചാർലി കിർക്കിന്റെ വിയോഗം, അമേരിക്കയിൽ ആത്മീയ ഉണർവ് പ്രകടമെന്ന് പ്രമുഖർ. പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനും ടേണിംഗ് പോയിന്റ് USA സ്ഥാപകനുമായ ചാർലി കിർക്കിന്റെ വിയോഗം അമേരിക്കൻ സമൂഹത്തിൽ വലിയ ആത്മീയ മാറ്റങ്ങൾക്ക് കാരണമാകുന്നതായി റിപ്പോർട്ടുകൾ. കിർക്കിന്റെ മരണം തന്നെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചുവെന്ന് പ്രമുഖ ഹോളിവുഡ് നടി ജെന്നി മക്കാർത്തി വെളിപ്പെടുത്തി. ചാർലി കിർക്കിന്റെ മരണത്തെ തുടർന്ന് താൻ ഉടൻ തന്നെ ബൈബിൾ പഠനം ആരംഭിച്ചതായും ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറിയതായും മക്കാർത്തി പറഞ്ഞു. ഓരോ ദാരുണമായ സംഭവത്തിലും നന്മ കണ്ടെത്താൻ ശ്രമിച്ചാൽ അത് നമ്മെ മുന്നോട്ട് നയിക്കും. ഇപ്പോൾ സംഭവിക്കുന്ന ആത്മീയ ഉണർവിലേക്ക് നോക്കൂ. ഞാൻ ഉൾപ്പെടെ എത്രയോ പേർ ദൈവത്തിലേക്ക് കൂടുതൽ അടുത്തിരിക്കുന്നു എന്ന് അവർ പറഞ്ഞു. അമേരിക്കയിൽ കത്തോലിക്ക സഭയിൽ കൊഴിഞ്ഞുപോക്ക്, മാറുന്നത് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിലേക്ക്. അമേരിക്കയിൽ കത്തോലിക്ക സഭയിൽ കൊഴിഞ്ഞുപോക്ക്, മാറുന്നത് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിലേക്ക്. അമേരിക്കൻ ഐക്യനാടുകളിൽ ക്രൈസ്തവ വിശ്വാസികളുടെ എണ്ണത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതായി പ്യൂ റിസർച്ച് സെന്ററിന്റെ പുതിയ പഠന റിപ്പോർട്ട്. കുട്ടിക്കാലത്ത് കത്തോലിക്ക വിശ്വാസത്തിൽ വളർന്നവരിൽ വെറും 57% പേർ മാത്രമാണ് മുതിർന്നവരാകുമ്പോഴും ആ വിശ്വാസത്തിൽ നിലനിൽക്കുന്നത്. അതേസമയം പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽ ഇത് 70%. സഭയുടെ പഠനങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുക, പുരോഹിതരും സഭാ നേതൃത്വവും ഉൾപ്പെട്ട വിവാദങ്ങൾ, സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ സഭ സ്വീകരിക്കുന്ന നിലപാടുകൾ, ആത്മീയ ജീവിതത്തിൽ നിന്നുള്ള സ്വാഭാവികമായ അകൽച്ച എന്നിവയാണ് കത്തോലിക്ക സഭ വിട്ടുപോകുന്നവരുടെ പ്രധാനമായ കാരണങ്ങൾ എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മറ്റൊരു വിഭാഗത്തിലേക്ക് ചേക്കേറുന്നവർ, സഭ വിടുന്ന കത്തോലിക്കരിൽ നല്ലൊരു ശതമാനം പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിലേക്കാണ് മാറുന്നത്. നാട്ടകം പ്രത്യാശ നഗറിൽ 103ാമത് ചർച്ച് ഓഫ് ഗോഡ് കേരള റീജിയൻ കൺവെൻഷൻ. നാട്ടകം പ്രത്യാശ നഗറിൽ 103ാമത് ചർച്ച് ഓഫ് ഗോഡ് കേരള റീജിയൻ കൺവെൻഷൻ. ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ഇൻ ഇന്ത്യ കേരള റീജിയൻ 103ാമത് ജനറൽ കൺവെൻഷൻ ജനുവരി 5 തീയതി മുതൽ 11 തീയതി വരെ പാക്കിൽ പ്രത്യാശനഗർ കൺവെൻഷൻ സ്റ്റേഡിയത്തിൽ നടക്കും. റെവറൻഡ് ജോമോൻ ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കും. റെവറൻഡ് C. ബേബീച്ചൻ അധ്യക്ഷത വഹിക്കും. റെവറൻഡ്
CC തോമസ് മുഖ്യാതിഥിയായിരിക്കും. കൺവെൻഷൻ പ്രഭാഷകരായ എബൻ എയ്സർ സെൽവരാജ്, ബ്രദർ സുരേഷ് ബാബു, ടൈറ്റസ് എബ്രഹാം, ടോമി ജോസഫ്, ബിജു ഫിലിപ്പ്, സണ്ണി താഴാമ്പള്ളം, ജോസഫ് തോമസ്, എബ്രഹാം വർഗീസ്, ജെസ് വിൻ മാത്യു, AB എബ്രഹാം, KJ തോമസ് കുമലി, CC ഫിലിപ്പ്, രാജു മേത്ര, CT എബ്രഹാം, ഐസക് ജോൺ, സാം പോൾ എന്നിവർ പ്രസംഗിക്കും. ചർച്ച് ഓഫ് ഗോഡ് ക്വയർ ഗാനങ്ങൾ ആലപിക്കും. ക്രിസ്തു യേശുവിൽ പൂർണ്ണരാകുവിൻ എന്നതാണ് ചിന്താവിഷയം. റവറൻഡ് ജോമോൻ ജോസഫ് ജനറൽ കൺവീനറായുള്ള വിവിധ കമ്മിറ്റികൾ പ്രവർത്തിച്ചുവരുന്നു. പത്തനാപുരത്ത് ബഥേൽ ഗോസ്പൽ അസംബ്ലി 35ാമത് ജനറൽ കൺവെൻഷൻ. പത്തനാപുരത്ത് ബഥേൽ ഗോസ്പൽ അസംബ്ലി 35ാമത് ജനറൽ കൺവെൻഷൻ. ബഥേൽ ഗോസ്പൽ അസംബ്ലിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 29 മുതൽ ഫെബ്രുവരി 1 വരെ പത്തനാപുരം നടക്കുന്ന ബഥേൽ കൺവെൻഷൻ സെന്ററിൽ 35ാമത് ജനറൽ കൺവെൻഷൻ നടക്കും. റവറൻഡ് ജോയ് പി ഉമ്മൻ ഉദ്ഘാടനം നിർവഹിക്കും. ഡോക്ടർ ജോൺസൺ, പാസ്റ്റർ കുമാർ, പാസ്റ്റർ KR മനോജ്, പാസ്റ്റർ ജോസ്, സിസ്റ്റർ ഗ്രേസ് ഉമ്മൻ എന്നിവർ പ്രസംഗിക്കും. BGA കൊയർ ഗാന ശുശ്രൂഷ നിർവഹിക്കും. പാമ്പാടിയിൽ ഫിലദൽഫിയ ഗോസ്പൽ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ജനറൽ കൺവെൻഷൻ. ഫിലദൽഫിയ ഗോസ്പൽ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 28 മുതൽ ഫെബ്രുവരി 1 വരെ പാമ്പാടി GMD ഓഡിറ്റോറിയത്തിൽ 42ാമത് ജനറൽ കൺവെൻഷൻ നടക്കും. പാസ്റ്റർ ബീബിൻ B മാത്യു ഉദ്ഘാടനം നിർവഹിക്കും. പാസ്റ്റർ മരായ B മോനച്ചൻ, ഷിബിൻ ശാമുവേൽ, KA ഏബ്രഹാം, TD ബാബു എറണാകുളം, KJ തോമസ്, ജോമോൻ ജോസഫ് എന്നിവർ പ്രസംഗിക്കും. ഫിലിയോ മെലോഡീസ് ഗാന ശുശ്രൂഷ നിർവഹിക്കും. പാസ്റ്റർ MJ ഷാജി നേതൃത്വം നൽകും. പെരുമ്പാവൂരിൽ PIPA കേരള സ്റ്റേറ്റ് 78ാമത് ജനറൽ ക്യാമ്പ്. പെരുമ്പാവൂരിൽ PYPA കേരള സ്റ്റേറ്റ് 78ാമത് ജനറൽ ക്യാമ്പ്. PYPA കേരള സ്റ്റേറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 24 തീയതി മുതൽ 27 തീയതി വരെ പെരുമ്പാവൂർ മാർത്തോമ കോളേജിൽ 78ാമത് ജനറൽ ക്യാമ്പ് നടക്കും. പാസ്റ്റർ റോയ് മാത്യു, ഡോക്ടർ റോജി T ജോർജ്, ഡോക്ടർ ബിജു ചാക്കോ, ഡോക്ടർ നിസി സഗ്രിയ, ബെൻസിക് മിറാൻഡ്, പാസ്റ്റർ ബേബി ജോൺസൺ എന്നിവർ വിവിധ സെക്ഷനുകൾ നയിക്കും. രാത്രിയിൽ നടക്കുന്ന റിവൈവ് പെരുമ്പാവൂർ മീറ്റിംഗുകളിൽ പാസ്റ്റർ മരിയ സാം ജോർജ്, വിൽസൺ ജോസഫ്, തോമസ് ഫിലിപ്പ്, ബാബു ചെറിയാൻ, KJ തോമസ്, റെജി മാത്യു, അൻസൻ കൊല്ലം, ഫിന്നി മാത്യു എന്നിവർ പ്രസംഗിക്കും. പാസ്റ്റർ ഇമാനുവൽ കോളർ, ഡോക്ടർ ബ്ലെസൻ മേമൻ, പാസ്റ്റർ ലോഡ്സൺ ആന്റണി, പാസ്റ്റർ അനിൽ അടൂർ, സുജിത് M സുനിൽ, ടോം ഫിലിപ്പ്, സാം പൂവച്ചൽ, ജീസൺ K ജോർജ് എന്നിവർ ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. ഷൈൻ ആൻഡ് സെർവ് എന്നതാണ് തീം. IPC തമിഴ്നാട് സ്റ്റേറ്റ് കൺവെൻഷൻ ജനുവരി 22 മുതൽ. IPC തമിഴ്നാട് സ്റ്റേറ്റ് കൺവെൻഷൻ ജനുവരി 22 മുതൽ. ഇന്ത്യ പെന്തക്കോസ്റ്റ് ചർച്ച് ഓഫ് ഗോഡ് തമിഴ്നാട് സ്റ്റേറ്റ് കൺവെൻഷൻ ജനുവരി 22 മുതൽ 25 വരെ IPC തമിഴ്നാട് ഹെഡ്ക്വാർട്ടേഴ്സിൽ നടക്കും. റവറൻഡ് വത്സൻ എബ്രഹാം ഉദ്ഘാടനം നിർവഹിക്കും. പാസ്റ്റർ മറായ വിൽസൺ ജോസഫ്, വെസ്ലി, ഗബ്രിയൽ തോമസ് രാജ്, KP കുര്യൻ, സിസ്റ്റർ ഡെബോറ ക്രിസ്റ്റീന എന്നിവർ പ്രസംഗിക്കും. പാസ്റ്റർ കിങ്സ്ലി ചെല്ലൻ, C സുന്ദർരാജ് ജോൺസൺ, പാസ്റ്റർ S സോളമൻ, പാസ്റ്റർ L ജോയ് അരുൾരാജ്, ബ്രദർ A റൂബൻ, ബ്രദർ A ഇനാസിമുത്തു എന്നിവർ സ്റ്റേറ്റ് കൗൺസിൽ എക്സിക്യൂട്ടീവുമാരായും പാസ്റ്റർ J മാത്യൂസ്, പാസ്റ്റർ JJ ലാസർ എന്നിവർ സീനിയർ മിനിസ്റ്റേഴ്സായും പ്രവർത്തിക്കുന്നു. IPC വർക്കല ഏരിയ കൺവെൻഷൻ ഡിസംബർ 24-25 തീയതികളിൽ. IPC വർക്കല ഏരിയ കൺവെൻഷൻ ഡിസംബർ 24 തീയതിയും 25 തീയതിയും വർക്കലയിൽ. IPC വർക്കല ഏരിയയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഏരിയ കൺവെൻഷൻ ഡിസംബർ 24 തീയതിയും 25 തീയതിയും വർക്കല നിലയ്ക്കാമുക്കിലുള്ള INA വക്കം ബാദർ റിസർച്ച് ആൻഡ് ലൈബ്രറിയിൽ നടക്കും. കൺവെൻഷനിൽ പ്രമുഖ ദൈവദാസന്മാർ സന്ദേശങ്ങൾ നൽകും. പാസ്റ്റർമാരായ KP സജി, D പ്രിൻസ്, KR സ്റ്റീഫൻ എന്നിവർ പ്രസംഗിക്കും. IPC വർക്കല മിഷൻ ഏരിയ ക്വയർ ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. പാസ്റ്റർ G സുഗതൻ, പാസ്റ്റർ S ടൈറ്റസ്, ബ്രദർ ബിജു രാജ്, ഇവാഞ്ചലിസ്റ്റ് TK പ്രിൻസ്, ഇവാഞ്ചലിസ്റ്റ് അനു A എന്നിവർ
യോഗങ്ങൾക്ക് നേതൃത്വം നൽകും. നെടുമ്പാശ്ശേരി AG ഫെലോഷിപ്പ് സെന്റർ ഗുഡ് ന്യൂസ് ഫെസ്റ്റിവൽ. നെടുമ്പാശ്ശേരിയിൽ AG ഫെലോഷിപ്പ് സെന്റർ ഗുഡ് ന്യൂസ് ഫെസ്റ്റിവൽ. AG ഫെലോഷിപ്പ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നെടുമ്പാശ്ശേരി ക്വാളിറ്റി എയർപോർട്ട് ഹോട്ടലിന് സമീപം ഡിസംബർ 23-24 തീയതികളിൽ സുവിശേഷ പ്രസംഗവും സംഗീത ശുശ്രൂഷയും നടക്കും. പാസ്റ്റർ മരയ CX ബിജു, ബാബു ചെറിയാൻ, ബാബു ജോർജ്, സുരേഷ് ബാബു എന്നിവർ പ്രസംഗിക്കും. പാസ്റ്റർ മരയ ലോർഡ്സൺ ആന്റണി, ബ്രദർ ജിസൺ ആന്റണി, ഡോക്ടർ ടോം ഫിലിപ്പ്, ബ്രദർ ഡാനിയൽ ദാസ്, സിസ്റ്റർ കേസിയ ജെയിംസ് എന്നിവർ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. ജൂത സമൂഹത്തിന് നേരെ അക്രമം, പിന്നിൽ ഇന്ത്യക്കാരുണ്ടെന്ന് തെലങ്കാന പോലീസ്. ചാർലി കിർക്കിന്റെ വിയോഗം, അമേരിക്കയിൽ ആത്മീയ ഉണർവ് പ്രകടമെന്ന് പ്രമുഖർ. അമേരിക്കയിൽ കത്തോലിക്ക സഭയിൽ കൊഴിഞ്ഞുപോക്ക്, മാറുന്നത് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിലേക്ക്. നാട്ടകം പ്രത്യാശ നഗറിൽ 103ാമത് ചർച്ച് ഓഫ് ഗോഡ് കേരള റീജിയൻ കൺവെൻഷൻ. പത്തനാപുരത്ത് ബഥേൽ ഗോസ്പൽ അസംബ്ലി 35ാമത് ജനറൽ കൺവെൻഷൻ. പാമ്പാടിയിൽ ഫിലദൽഫിയ ഗോസ്പൽ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ജനറൽ കൺവെൻഷൻ. പെരുമ്പാവൂരിൽ PIPA കേരള സ്റ്റേറ്റ് 78ാമത് ജനറൽ ക്യാമ്പ്. IPC തമിഴ്നാട് സ്റ്റേറ്റ് കൺവെൻഷൻ ജനുവരി 22 മുതൽ. IPC വർക്കല ഏരിയ കൺവെൻഷൻ ഡിസംബർ 24-25 തീയതികളിൽ. നെടുമ്പാശ്ശേരി AG ഫെലോഷിപ്പ് സെന്റർ ഗുഡ് ന്യൂസ് ഫെസ്റ്റിവൽ. ഈ ആഴ്ചയിലെ വാർത്തകളോട് അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.